മറ്റൊരു വാർത്ത വരുന്നത് ഇറാനിൽ നിന്നാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന അമേരിക്കയുടെ ആവശ്യം തള്ളിയിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഉപദേശകൻ ഇന്ന് ഒമാനിലെത്തുമെന്നാണ് സൂചന. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ പിൻവലിച്ചാൽ മാത്രം പകരം സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കാര്യത്തിലും തീരുമാനമുണ്ടാകുമെന്നാണ് ഇറാനിലെ ആണവ പദ്ധതികളുടെ തലവൻ ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ ആവശ്യങ്ങളോട് പൂർണ്ണമായും വഴങ്ങാനില്ല, വലിയ വലിയ ഉപരോധങ്ങൾ ആ തരത്തിൽ ഏർപ്പെടുന്ന, അല്ലാതെ അതിൻ്റെ ഒരു കെടുതിയിൽ ജീവിക്കുന്ന രാജ്യം കൂടിയാണ് ഇറാൻ. ഈ ഉപരോധങ്ങൾ കൂടുതലായും ഏർപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയുടെ സമ്മർദ്ദത്തിലാണ്. വിവിധ രാജ്യങ്ങളുടെ ഉപരോധമുണ്ട്. ഇതൊക്കെ പിൻവലിക്കുക എന്നുള്ളതാണ് അമേരിക്കൻ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് നൽകാൻ ഏറ്റവും പ്രധാനമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനമാണ്. വി ആർ കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഇറാന് പല വിഷയങ്ങളിലും വഴങ്ങുന്നില്ല. ആർജവത്തോടെയുള്ള നിലപാടുകൾ പലപ്പോഴും അമേരിക്കയ്ക്കെതിരെ സ്വീകരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. തുടർച്ചയായി ആക്രമിക്കും എന്ന് ഭീഷണി മുഴക്കിയിട്ടും തിരിച്ചടിക്കും എന്നുള്ള മറുപടിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകുമോ? രഞ്ജിത്ത്, മറ്റൊരു യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനും അമേരിക്കയും നയതന്ത്ര ചർച്ചകൾ സജീവമായി തുടരുകയാണ്. ആദ്യ റൗണ്ട് ചർച്ചകൾ ഒമാനിൽ കഴിഞ്ഞയാഴ്ച നടന്നിരുന്നു. ഒമാൻ വിദേശകാര്യ മന്ത്രിയാണ് ഇറാൻ പ്രതിനിധി സംഘവുമായും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പ്രതിനിധി സംഘവുമായും വെവ്വേറെ ചർച്ചകൾ നടത്തിയത്. ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രധാനമായും നടന്നത്. അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ നിർണായകമായൊരു നീക്കം ഇന്ന് നടക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ ഉപദേശകനും ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറിയുമായ അലി ലാരിജാനി ഇന്ന് മസ്കറ്റിൽ എത്തും. ഒമാൻ വിദേശകാര്യ മന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ആദ്യഘട്ട ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളിൽ ഇറാന്റെ അഭിപ്രായം അറിയിക്കാനാണ് അദ്ദേഹം എത്തുന്നത് എന്നാണ് സൂചന. പ്രധാനമായും അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്ന്, യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും ഉപേക്ഷിക്കണം. അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം, അതായത് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശം ഏതാണ്ട് 400 കിലോയോളം ഉണ്ട് എന്നാണ് വിലയിരുത്തൽ. അത് ഇറാനിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റണം, ഓഫ് ഷോറിലേക്ക് മാറ്റണം എന്നൊരു നിർദ്ദേശമാണ് വെച്ചത്. അതോടൊപ്പം തന്നെ മിസൈൽ ശേഖരം അടക്കമുള്ള കാര്യങ്ങളിൽ, ടെഹ്റാന്റെ മിസൈൽ ശേഖരം അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ വേണം എന്നും അമേരിക്ക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഇതിലെല്ലാമുള്ള ഇറാന്റെ അഭിപ്രായം അത് ഇന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രിയെ ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ ഉപദേശകൻ അറിയിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്വാഭാവികമായും ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാകും അടുത്ത ഘട്ടം എങ്ങനെ എന്നതിൽ നിർണായകമാവുക. നമുക്കറിയാം, സാമ്പത്തികമായി ഇറാനെ ഞെരുക്കുക, പല ഉപരോധങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഇറാന്റെ വെളിപ്പാടകലെ യുദ്ധപ്പടയെ സജീവമാക്കി നിർത്തി സമ്മർദ്ദത്തിലാക്കുക, ഇത്രയൊക്കെ ആയിട്ടും ഇറാന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു നിലപാട് ഈ നയതന്ത്ര ചർച്ചകളിൽ ഉരുത്തിരിയുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം ഇറാന്റെ ആണവോർജ്ജ പദ്ധതികളുടെ തലവൻ മുഹമ്മദ് ഇസ്ലാമി പറഞ്ഞത് ഇത്തരത്തിൽ ഉപരോധങ്ങൾ നീക്കിയാൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാം എന്നാണ്. അതോടൊപ്പം തന്നെ യുറേനിയം സമ്പുഷ്ടീകരിച്ച 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അതിൻ്റെ വീര്യം കുറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിലപാടെടുക്കാം എന്നും ഇറാന്റെ ആണവോർജ്ജ പദ്ധതികളുടെ തലവൻ അറിയിച്ചിരുന്നു. പക്ഷേ അപ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തയ്യാറല്ല. മറ്റു വിഷയങ്ങളിൽ, അതായത് മിസൈൽ ശേഖരം, ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിലടക്കം ചർച്ചകൾ ഇല്ല എന്നുമുള്ള നിലപാടിലാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് ഒമാനിൽ നടക്കുന്ന ചർച്ചകൾ നിർണായകമാണ്. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ ഉപദേശകൻ ദേശീയ സുരക്ഷാ കൗൺസിലിൻ്റെ സെക്രട്ടറി കൂടിയായ അലി ഇന്ന് അവിടെ എത്തുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞ ചർച്ചകളിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഇറാന്റെ നിലപാടറിയിക്കും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്തായാലും തുടർ ചർച്ചകൾ. മറ്റൊന്ന്, വരുന്ന ആഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അമേരിക്കയിൽ എത്തുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നു. ഇറാന്റെ മിസൈൽ ശേഖരം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണം എന്നൊരാവശ്യം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നു. അത്തരത്തിൽ മിസൈൽ ശേഖരത്തിൻ്റെ കാര്യത്തിലടക്കം വിശദമായ ഒരു ചർച്ചകൾ നടന്നില്ലെങ്കിൽ ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിക്കാനും മുതിരില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. ഈ പശ്ചാത്തലത്തിൽ കൂടിയൊക്കെ ഇന്ന് നടക്കുന്ന ചർച്ചകൾ ഏറെ നിർണായകമാവുകയാണ്. രഞ്ജിത്ത്. ശരി, വി ആർ കാർത്തിക് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.